ഓണക്കാലമായിട്ടും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട സാമ്പത്തിക വിഹിതം തടഞ്ഞ് കേന്ദ്ര സർക്കാർ. സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ആനുകൂല്യങ്ങളും ക്ഷേമ പെൻഷനും കൃത്യമായി നൽകിയും വിപണി ഇടപെടൽ നടത്തിയുമാണ് സംസ്ഥാന സർക്കാർ ഓണമാഘോഷമാക്കാൻ ഒരുങ്ങുന്നത്. മറ്റു ചിലവുകൾ ചുരുക്കിയാണ് ഇതിനാവശ്യമായ പണം സർക്കാർ കണ്ടെത്തുന്നത്. ഓണക്കാലത്തും കേരളത്തോടുള്ള കേന്ദ്ര സർക്കാർ അവഗണന തുടരുകയാണ്. തടഞ്ഞുവെച്ച അർഹമായ സാമ്പത്തിക വിഹിതം നൽകാൻ ഇതുവരെയും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. കേന്ദ്ര പദ്ധതി വിഹിതവും ധനകമ്മീഷൻ ശുപാർശ ചെയ്ത തുകയും ചേർത്ത് 3685 കോടി രൂപയാണ് കേന്ദ്ര കുടിശ്ശിക. 15ാം ധനകമ്മീഷൻ ശുപാർശ പ്രകാരമുള്ള 1273 കോടി രൂപയും കുടിശ്ശികയായുണ്ട്. മറ്റു പദ്ധതികളിൽ ലഭിക്കേണ്ട കേന്ദ്രവിഹിതവും നൽകിയിട്ടില്ല. വായ്പയെടുക്കാൻ അനുമതി പത്രം ആവശ്യപ്പെട്ട് നിരവധി തവണയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചത്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർമ്മലാ സീതാരാമനെ കണ്ട് ആവശ്യങ്ങൾ അറിയിച്ചിട്ടും പരിഗണിച്ചില്ല. ഈ സാഹചര്യത്തിലും ക്ഷേമ പദ്ധതികൾ മുടക്കമില്ലാതെ കൊണ്ടുപോവുകയാണ് സംസ്ഥാന സർക്കാർ. ഓണത്തിനു മുമ്പ് 3 ഗഡുക്കളാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത്. ഒപ്പം വിപണി ഇടപെടലിനും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനും വൻതുകയാണ് സംസ്ഥാന സർക്കാരിന് ചെലവ് വരുന്നത്. കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കി ഓണാഘോഷത്തിന്റെ നിറം കെടുത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. കേന്ദ്രം കടുംവെട്ട് തുടരുമ്പോഴും ചെലവ് ചുരുക്കിയാണ് സംസ്ഥാന സർക്കാർ വിപണിയിൽ ഇടപെടുന്നതും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതും. തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തോട്, കൈരളി ന്യൂസ്.